എല്ലാവർക്കും നമസ്കാരം. അപകടകരമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ഒഴിവാക്കണമെന്ന് ഭരണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും അഗ്നിശമന സേനാംഗങ്ങളും നിരന്തരമായ മുന്നറിയിപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ സുരക്ഷാ ക്രമീകരണവും പാലിക്കാതെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുല്ലുവില എന്നുള്ള രീതിയിൽ ഇത്തരം മേഖലയിലൂടെ സഞ്ചരിക്കുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധിയായിട്ടുണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ കുറുകെ നിരവധി തടയണകളുണ്ട്. ഈ തടയണകളിലൂടെയൊക്കെ മഴക്കാലത്തുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്ന് സംവിധാനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നു. എന്താണ്, പലരുടെയും ജീവൻ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിന് കുറേ കൂടി മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിയാരം പഞ്ചായത്തും ചാലക്കുടി നഗരസഭയൊക്കെ ഇവിടെ ചങ്ങലയിട്ട് ഗതാഗതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും ചിലർ ഈ പ്രദേശങ്ങളിലൂടെ യാത്ര തുടരുകയാണ്, അപകടത്തിൽപ്പെടുകയാണ്. ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ വെള്ളാശ്ശേരി വീട്ടിൽ ഗിരിജൻ വി, 58 വയസ്സുന്ന ആൾ. ഞാൻ അറിയുന്ന ഒരു ചേട്ടനാണ്, എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ ആദ്യം ചാലക്കുടിക്ക് കുറുകെ കിടക്കുകയും പിന്നീട് ചാലക്കുടിയിൽ നിന്നും മേലൂരിലേക്ക് ഈ കുടപ്പുഴ തടയണയിലൂടെ കടക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെടുകയും ഒടുവിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ഒലിച്ചു പോകുന്നതിനിടയിൽ ഒരു പാറക്കല്ലിൽ പിടുത്തം കിട്ടി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഈ സംഭവം കാണും. പ്രദീപ് എന്ന് പറയുന്ന ഒരു പൂജാരി ഈ സംഭവം കാണും, ഫയർ സ്റ്റേഷനിലേക്ക് അറിയും. ചാലക്കുടി ഫയർ സ്റ്റേഷൻ സേനാംഗങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും അതിനുശേഷം ഈ പ്രതികൂലമായ സാഹചര്യം, ശക്തമായ ഒഴുക്കും മഴയുണ്ട്, ശക്തമായ ഒഴുക്ക്, ആ തടയണയുടെ താഴേക്ക് റോപ്പ് ഉപയോഗിച്ച് സ്കൂബ ഡൈവേഴ്സായിട്ടുള്ള അനിൽ മോഹൻ എന്ന് പറയുന്ന സാറും അതുപോലെ തന്നെ മറ്റ് ഫയർ സ്റ്റേഷനിലെ മറ്റ് സേനാംഗങ്ങളും ചേർന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ചേട്ടൻ്റെ അടുത്തെത്തിയും അവിടുന്ന് ഈ ഗിരിജൻ എന്ന് പറഞ്ഞ ചേട്ടനെ തിരിച്ചു കൊണ്ടുവരണം. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളെ എല്ലാം വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ സേനാംഗങ്ങൾ ഈ ചേട്ടനെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള സംഭവം, നമുക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു കൂസലില്ലായ്മയോടെ ഈ തടയണകളിലൂടെ യാത്ര ചെയ്യരുത്, അപകടത്തിൽപ്പെടും. പ്രത്യേകിച്ച് മഴക്കാലത്ത് അവിടെ ഷട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഷട്ടർ സംവിധാനങ്ങളൊക്കെ സ്ഥിതി വളരെ ഇതാണ്. ആ ഷട്ടറിന്റെ ഉള്ളിൽ കൂടെയാണ് ആൾ പോകണമെങ്കിൽ കഴിഞ്ഞു, പരിപാടി അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇതിലൂടെയുള്ള സഞ്ചാരം നടത്തരുത്, അത് അവസാനിപ്പിക്കുക. ഇപ്പൊ ഈ ഗിരിജൻ എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ ഈ പ്രദേശങ്ങളൊക്കെ എത്ര വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അപകടത്തിൽപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ രമേഷിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ അവിടെ സേനാംഗങ്ങൾ എത്തുകയും നിതാന്തമായിട്ടുള്ള പരിശ്രമത്തിന് ശേഷമാണ് ആ ചേട്ടൻ രക്ഷപ്പെടുത്തിയത്. എന്തായാലും വലിയൊരു കാര്യമാണ്, ഒരു ദുരന്തത്തിൽ അവസാനിക്കേണ്ട സംഭവമായിരുന്നു. ആ ചേട്ടൻ ആ പാറക്കല്ലിൽ പിടുത്തം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവം. ആർക്കും ഇത്രയും സമയം വരെ അവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല, കാരണം വല്ലാത്ത ഒഴുക്കാണ്. നമുക്ക് കാലുവെച്ചപ്പം തന്നെ പോകും, അത്രയും ഒഴുക്കിന്റെ ഇടയിൽ ആ പാറക്കല്ലിൽ പിടുത്തം കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. എന്തായാലും ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഇടപെടലിൽ ഒരു ജീവൻ കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള സതി മെമ്പറുടെ മകനും പട്ടാളക്കാരനായുള്ള മകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയിട്ട് ഒരാളെ രക്ഷപ്പെടുത്തിയത്. ഇത് നിരന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ആളുകളും പറഞ്ഞതിലൂടെ യാത്ര ചെയ്ത് ചേട്ടാ പോരുത്, ബലമായിട്ട് തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. കാരണം അപകടം വരാനായിട്ട് എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സംഭവം കൂടി തെളിയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കൂടി നഗരസഭാ അധികൃതരോടും മേലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടുമാണ്. അവിടെ കുളിക്കരുത് എന്ന് നിരവധി പ്രാവശ്യം നോട്ടീസും മുഖേനൊക്കെ ഈ ഫയർഫോഴ്സും പോലീസും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഈ മഴക്കാലത്ത് കുളിക്കാൻ ഇറങ്ങുന്നു, അപകടത്തിൽപ്പെടുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഭരണപരമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചെങ്കിലും ഈ വിഷയത്തിൽ ആളുകളെ തടയണം. അല്ലെങ്കിൽ ഈ തടയണകൾ തന്നെ ജീവഹാനിക്ക് വഴി തുറക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറും എന്നുള്ളൊരു സത്യസന്ധമായ ഒരു കാര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇത് പലരും ഇന്ന് അവിടെ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നഗരസഭയോ പഞ്ചായത്തോ യാതൊരു ഇടപെടലും അവിടെ ചെയ്യുന്നില്ല എന്നുള്ളത്. നഗരസഭ അവിടെ ചങ്ങലയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ കുളിക്കാനായിട്ട് ആളുകൾ പിന്നെയും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ ചാലക്കുടി നഗരസഭ അധികൃതർ ചെയ്യുന്ന സംഭവം, ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ചേട്ടനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കുറെ പട്ടലുകൾ ഒടിഞ്ഞ് ഈ ചെക്കിടാമിലേക്കുള്ള റോഡിൽ ഇങ്ങനെ വീണെടുക്കുക. സ്വകാര്യ വ്യക്തിയുടെ ആണ് എന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെയും ഇത് ഒരാളെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. പെട്ടെന്ന് അവിടെ ഒരാൾ പെട്ടു, ആളെ ആശുപത്രിക്ക് കൊണ്ടുപോയി എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ പട്ടൽ മുഴുവനും വീണ് അതിൻ്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴേക്കും ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കും. ഇത് എത്രയും പെട്ടെന്ന് അവിടെ വീണെടുക്കുന്ന പട്ടലുകളുടെ കാര്യത്തിൽ മുളകളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണം. അത് ആരാണ് മുറിച്ച് മാറ്റണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ മുളനാടുകളിൽ നിന്ന് മുള വീണുകൊണ്ടിരിക്കുന്നു. അത് അപകടം ഉണ്ടാക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ മാർഗ്ഗതടസ്സം ഉണ്ടാക്കിയിട്ടാണ് ഈ മുളനാടുകൾ അവിടെ ഇപ്പോൾ വീണ് കിടക്കുന്നത്. ഇതിൽ ചാലക്കുടി നഗരസഭാ അധികൃതരോ വാർഡ് മെമ്പറോ സത്വരമായ ഇടപെടലുകൾ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും സ്കൂബ ഡൈവറുമായ അനിൽ മോഹനും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ ദീപു ടിഡിയും ചേർന്നാണ് പുഴയിലിറങ്ങി ഇയാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. സേനാംഗങ്ങളായ ആദർശ് SI, റജി S വാര്യർ, അരുൺ K, അഖിലാർ നായർ, അരുൺ VN, സൂരജ് കുമാർ, വിൻസി ഡേവിസ്, സിവിൽ ഡിഫൻസ് അംഗം ജോമോൻ മേച്ചേരി എന്നിവർ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു.